എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളിലേക്കുള്ള പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരം ഈ ഒരു മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേന ലഭിച്ച അലോട്ട്മെൻറ്റാണ് മെറിറ്റ് കോട്ട. അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അത് കാൻഡിഡേറ്റ് ലോഗിൻ MRSY കിട്ടിയതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോട്ടകൾ വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 5 മണി വരെ ഹയർ സെക്കൻഡറിയിലും, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെയുമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും പല വിഭാഗങ്ങളിലായിട്ട് ഒന്നിൽ കൂടുതൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് ഏത് വിഭാഗത്തിലാണോ അവിടെ അഡ്മിഷൻ നേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും വിഭാഗത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വിഭാഗത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് അതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് ഒരു വിഭാഗത്തിൽ മാത്രം അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അതിൽ അഡ്മിഷൻ നേടുക. ഒന്നിലധികം വിഭാഗങ്ങളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ ഒരു നിലവിൽ HS ക്യാപ്പിലെ ഈ ഒരു മെറിറ്റ് സീറ്റ്, അത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ MRS, അതുപോലെ സ്പോർട്സ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ VHSCയിലും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് അഥവാ 3 വിഭാഗങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അവിടെ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതായത് എവിടുത്തെ കോഴ്സാണോ നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്, പഠിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ട, അതായത് SWS, MRS, സ്പോർട്സ്, VHS എന്നിങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ VHSCയിൽ പോയിട്ട് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും എന്നെ പുറത്താക്കും. പിന്നീട് എനിക്കതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേസമയം ഞാനിപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് പിന്നീട് VHSCയിൽ പിന്നീട് അവസരം കൊടുക്കാറുണ്ട്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ ആ ഒരു രീതിയിൽ പിന്നീട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നോൺ ജോയിൻ ആയിട്ട് കണക്കാക്കുകയും പിന്നീട് അവസരം നൽകാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആ ഒരു കോഴ്സ്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് എവിടെയാണോ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഹയർ സെക്കൻഡറി അഡ്മിഷൻ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു HS ക്യാപ്പ് വെബ്സൈറ്റിലാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല എന്ന് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ടഡ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ മുമ്പ് അലോട്ട്മെൻറ്റ് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമില്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അതായത് യു ആർ നോൺ റിപ്പോർട്ടഡ് ഇൻ നോൺ ജോയിൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അഡ്മിഷൻ നേടാത്തതുകൊണ്ട് നിങ്ങൾ നോൺ ജോയിൻറ്റ് ആയിട്ട്, അതായത് ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത്, ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ട് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ എപ്പോഴാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ 5 മണി വരെയാണ്. അപ്പോൾ അതിനുള്ളിലായിട്ട് അത് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് പോയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നാളെ തന്നെ പോയിട്ട് നിങ്ങൾക്കത് മാറ്റിയിട്ട് വീണ്ടും പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ അഡ്മിഷനായിട്ട് പോവുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, മഴ ആയതുകൊണ്ടും ഈ ജില്ലകളിൽ ഈ ഒരു +1 അഡ്മിഷൻ നടക്കില്ല എന്നുള്ളത്. നടക്കുന്നതാണ്. +1 അഡ്മിഷന് യാതൊരുവിധ പ്രോബ്ലവുമില്ല. അത് ക്ലാസ്സുകൾക്ക് മാത്രമാണ് ആ ഒരു അവധി ബാധകം. ഈ +1 അഡ്മിഷൻ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 5 മണി വരെ ഹയർ സെക്കൻഡറിയിലും നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. രണ്ടാമത്തേത് SSLC റിസൾട്ടിൻ്റെ കോപ്പി, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്,
അതൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കൃത്യമായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എടുക്കേണ്ടത് എന്നുള്ളത് 7ാമത്തേതായിട്ട് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് അഡ്മിഷൻ സമയത്ത് ടൈ ബ്രേക്ക് ബോണസ് പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തത്, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ആധാർ കാർഡാണുള്ളത് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാരണം ഫീസ് ആനുകൂല്യം ഉള്ളതുകൊണ്ടാണ് കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ഒരു ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം. അതിൽ നിങ്ങളുടെ ഒരു പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവും, അത് ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില സ്കൂളിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പി എടുക്കാം. റേഷൻ കാർഡും എടുക്കുക, റേഷൻ കാർഡിൻ്റെ കോപ്പി എടുക്കാം. റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാവൂ, ഒറിജിനൽ കൊടുക്കാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള ആ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു HSCAPലെ ഈ ഒരു SWS മുഖേനയോ അല്ലെങ്കിൽ MRS മുഖേനയോ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ മുഖേനയോ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റുകൾക്ക് മാത്രമായിരിക്കും. അതുവഴി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു HSCയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ VHSC ആണെങ്കിൽ VHSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ VHSCയിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം, HSC ആണോ VHSC ആണോ, എവിടെയാണ് നിങ്ങളുടെ താല്പര്യം, എവിടെയാണോ പഠിക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.